ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ചാപ്പൽ മോട്ടിവേഷണൽ മോൺസ്റ്റർ. ഇയർ ഓഫ് ഫോക്കസ് 2025. ഫോക്കസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫോക്കസ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയുടെ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത് ജനറലി നമ്മളുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ് ഡിസ്ട്രാക്ഷൻ. ഫോക്കസിന്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ് ഡിസ്ട്രാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇന്ദ്രിയങ്ങൾ വഴി ആണ് ശരിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ സംഭവിക്കുക. ഇപ്പം കാഴ്ച, കേൾവി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മറ്റൊന്ന് നമ്മളുടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഒക്കെ ആക്ച്വലി ഈ ഇന്ദ്രിയങ്ങൾ വഴി തന്നെയാണ് സംഭവിക്കുക. ഏറ്റവും കൂടുതൽ ഓഡിറ്ററി ആയിട്ട് കേൾക്കുന്ന കാര്യത്തിലൂടെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക? ചിലർക്ക് അങ്ങനെയാണ്. ചിലർക്ക് കാണുന്ന കാര്യങ്ങളിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ചിലർക്ക് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ചില ആളുകൾക്ക് സ്മെൽ ഇൻഫ്ലുവൻസിന് സഹായിക്കും, സ്പർശനം സഹായിക്കും, പിന്നെ പലതും. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ആക്ച്വലി ഫോക്കസ് ഡിസ്ട്രാക്റ്റഡ് ആവുക. സോ ഡിസ്ട്രാക്ഷൻ ഈസ് എ ഫോക്കസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോക്കസാണ്. അത് ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫോക്കസിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിസ്ട്രാക്ഷൻ എന്ന് വിളിക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് വേറെ വഴിക്ക് നമ്മൾ വഴിവിട്ട് പോകുമ്പോൾ അതും ഒരു ഫോക്കസാണ് ആക്ച്വലി. ഇപ്പൊ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നു എന്ന് ഇന്ദ്രിയങ്ങൾ നമ്മൾ മറ്റൊരു ഫോക്കസിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്, അട്രാക്ട് ചെയ്തുകൊണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോവേണ്ട ആവശ്യമില്ല. നമുക്ക് അതൊന്നും അല്ല ആവശ്യം. നമുക്ക് അതൊന്നും ആഗ്രഹമില്ല. അതൊന്നും ഇപ്പൊ നടത്തേണ്ടതില്ല. ഇപ്പൊ നമ്മുടെ ഫോക്കസ് വേറൊന്നാണ് എന്നുള്ളത്. അപ്പൊ ഇതിന് രണ്ട് വശമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പല ആളുകളും ജീവിതത്തിൽ വമ്പിച്ച വിജയത്തിലേക്ക് പോകുന്നതിന്റെ പോവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും ഒന്ന് ഈ കംഫർട്ട് സോണിന് ശരിക്ക് മനുഷ്യനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം. ഇന്റൻസീവായിട്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇന്റൻസീവായിട്ട് ഹൈലി ഇൻവോൾവ്ഡ് ആയിട്ട് ഒരു ആക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാള്, വളരെ ശക്തമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരാള് ഫോക്കസ് ഡിസ്ട്രാക്ഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് സീരിയസ്ലി ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് കംഫർട്ട് സോൺ. മറ്റൊരു നമ്പറാണ് കംഫർട്ട് സോൺ. കംഫർട്ട് സോണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫോക്കസിലേക്ക് പോകുന്ന ഒരാൾക്ക് ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു സോൺ കിട്ടിയാൽ അയാൾ ഒരു പക്ഷേ അതോടുകൂടി ഡിസ്ട്രാക്റ്റഡ് ആവും. പിന്നെ ആ വലിയ സീരിയസ് ഫോക്കസ് പിന്നീട് അദ്ദേഹം പോസ്റ്റ്പോൺ ചെയ്യാനോ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാനോ തൽക്കാലം അതിൽ നിന്ന് വിടാനൊക്കെ സാധ്യത. ചില ആളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് പ്രിൻസിപ്പൾ ആവുന്നില്ലേ അല്ലെങ്കിൽ ജഡ്ജ് ആവുന്നില്ലേ, എക്സാം എഴുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ആവശ്യമില്ല. ഞാൻ അന്നൊക്കെ ഉദ്ദേശിച്ച ഒരു 50,000 60,000 ഒക്കെ സാലറി കിട്ടാൻ വേണ്ടി അതൊക്കെ ചെയ്യണം. ഇപ്പൊ അന്ന് സാലറി സ്കെയിൽ നമ്മളുടെ ബേസിക് തന്നെ ഇത്രയൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അവരുദ്ദേശിച്ച ഏതോ ഒരു പർട്ടിക്കുലർ ഡ്രീമിൽ അവർ എത്തിച്ചേരുന്നതോടു കൂടി അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ അവരറിയാതെ എത്തിച്ചേരുന്നുണ്ടാവും. ആ എത്തിച്ചേരുന്നതോടു കൂടിയാണ് അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫോക്കസുകൾ പിന്നീട് അവസാനിക്കുകയും പിന്നീട് അവിടെ കംഫർട്ട് സോണിൽ നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഈ ഫോക്കസ് എന്ന് പറയുന്ന സാധനം സ്വപ്നമുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞതാണ്. സ്വപ്നമില്ലാത്തവർക്ക് ഫോക്കസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ഓഫ് ഫോക്കസ് ഈസ് ഡ്രീം ഓർ ഗോൾ. എന്താണ് ഡ്രീമും ഗോളും തമ്മിലുള്ള വ്യത്യാസം? ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയതികളില്ലാത്ത കുറെ ആഗ്രഹങ്ങളും വിഷുകളുമാണ് സ്വപ്നം. തീയതികളിട്ട കുറെ സ്വപ്നങ്ങൾക്ക് ആണ് ഗോൾ എന്ന് വിളിക്കുക. അപ്പം ഏതൊരു ഡ്രീമിനും തീയതി ഇട്ടാൽ എനിക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന സാധനം ചെയ്യണം എന്ന് പറയുന്നത്, ആഗ്രഹിക്കുന്നതൊക്കെ ആ സ്വപ്നങ്ങളിൽ വിടും. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ ഒരാൾക്ക് ഉണ്ടാവുന്ന തീർച്ചയില്ല. അത് ഏത് തെണ്ടി നടക്കുന്ന ഒരാളായിരുന്നാലും ഏത് രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നാലും ആർക്കും അത് ഉണ്ടാവാം. പക്ഷെ ആരായിരുന്നാലും ഏതൊരു തരത്തിലുള്ള വ്യക്തിയായിരുന്നാലും അതിന് പർട്ടിക്കുലർ തീയതി ജീവിതത്തിൽ കൊണ്ടുവരുന്നതോടുകൂടി ആ സ്വപ്നം ഒരു ലക്ഷ്യമായിട്ട് മാറും, ഒരു ഗോളായിട്ട് മാറും. യഥാർത്ഥത്തിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഗോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന സമയത്ത് അയാൾ സീരിയസ്ലി ഫോക്കസ്ഡ് ആയി മാറും.
ഇപ്പോൾ എൻട്രൻസ് എക്സാമിന് കോച്ചിങ്ങിനൊക്കെ പഠിക്കുന്ന എൻട്രൻസ് സെന്ററുകളൊക്കെ കാണാം. അവിടെ ഇതേപോലെ ഓവർ ഫോക്കസ്ഡ് ആയിട്ടാണ് കുട്ടികളെ വളർത്താൻ വേണ്ടി അവർക്ക് ശ്രമിക്കുക. അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലർക്കും അനുഭവം ഉണ്ടാവും. അവിടെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് അവർക്ക് കൊടുക്കുന്ന ടാബിൽ അവർക്ക് വേറെ ചാനലുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അവരുടെ ക്ലാസ്സിന്റെ സമയങ്ങളിലൊക്കെ അവർ ഫുള്ളി ഫോക്കസ്ഡ് ആണ്. ദേ ആർ ഫോക്കസ്ഡ് ഇൻ ദ സെയിം തിങ്. അപ്പൊ ഏത് ഷോർട്ട് ടേം ഡ്രീം ആയിരുന്നാലും മിഡ് ടേം ഡ്രീം ആയിരുന്നാലും ലോങ് ടേം ഗോൾ ആയിരുന്നാലും ഏത് ഷോർട്ട് ടേം ലോങ് ടേം മിഡ് ടേം ഗോളുകളായിരുന്നാലും എല്ലാറ്റിനും ഫോക്കസ് മാൻഡേറ്ററി ആണ്. അച്ചീവ് ചെയ്യണം എങ്കിൽ അവിടെ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വരാറുണ്ട്. ആ ഡിസ്ട്രാക്ഷൻസിന്റെ കാരണം ആരംഭശൂരത്വം കൊണ്ട് നമ്മളൊരു കാര്യം ചാടി ഇറങ്ങും, പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെ ഫോക്കസ് ഉണ്ടാവാതിരിക്കാൻ ആ ഡ്രീം ആ ഗോളിലേക്ക് നമ്മൾ മാറിയത് എന്തോ ആ ദിവസത്തെ ഒരു ഇൻഫ്ലുവൻസിലായിരിക്കും, അല്ലെങ്കിൽ ആ ഏതോ ഒരു ഓഡിറ്ററിയിൽ ഇൻഫ്ലുവൻസിലായിരിക്കും. സോ സീരിയൽസ് ആയി ഇന്റൻസീവായിട്ട് ഹൈ സ്പാർക്കോട് കൂടിയിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹൈ ആയിട്ടുള്ള ഫോക്കസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സി, നമ്മുടെ സ്വപ്നങ്ങൾക്ക് മറ്റൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അയാളുടെ ഇൻഫ്ലുവൻസ് പോകുന്നതോടുകൂടി നമ്മുടെ സ്വപ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും അവനവന്റെ സീരിയസ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ വീട് ഉണ്ടാക്കുന്നത് ഹസ്ബൻഡും വൈഫും കല്യാണം കഴിഞ്ഞ് 5 വർഷം 6 വർഷം കഴിഞ്ഞ് വീട് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹസ്ബൻഡ് ഒരു പക്ഷേ വീട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് താമസിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് കേൾക്കുന്നതിൽ മരുമക്കത്തായവും മക്കത്തായവും അനുസരിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുള്ളത് കൊണ്ട് ചിലർക്ക് ചിലത് മനസ്സിലാവില്ല. എങ്കിൽ പോലും ഞാൻ ചില കാര്യങ്ങൾ സോഷ്യലി മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാൻ വേണ്ടി ശ്രമിക്കാം. സി, ഹസ്ബൻഡ് ഒരു പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് തന്നെ സ്ഥിരമായി നിൽക്കണം, എനിക്ക് വീടെടുത്ത് മാറണം താല്പര്യമില്ല, ബ്രദേഴ്സും സിസ്റ്റേഴ്സിന്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ മക്കത്തായമായതുകൊണ്ട് മരുമക്കത്തായമുള്ള ഭാഗത്തും ഇതേ കണ്ടീഷൻസ് ഉണ്ടാവും. സ്വന്തമായിട്ടൊരു വീടെടുത്ത് താമസിക്കുന്നത്, പക്ഷേ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കണം എന്നുള്ള ഇൻഫ്ലുവൻസ്, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഭാര്യമാര് ഭർത്താക്കന്മാരിൽ ചെലുത്താൻ സാധിക്കും. പക്ഷെ ഭാര്യയും ഭർത്താവും നല്ല സ്ട്രോങ് ഒരു ടീമായിട്ടൊരു വീട് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടീം ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഭവം കൃത്യമായിട്ട് ഇന്റൻസീവായിട്ട് നടത്തിയെടുക്കാൻ സാധിക്കും. വളരെ വലിയ ഫോക്കസ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. അതിനപ്പുറത്തേക്ക് ഇത് നടത്തിയെടുക്കേണ്ട ആൾക്ക് ഫോക്കസ് അത്ര സീരിയസ് അല്ല, ഇന്റൻസീവായിട്ട് ഇത് വേണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ആ വീട് ഉണ്ടായി വരാൻ ടൈം ഒരുപാട് എടുക്കും. അപ്പൊ ഇവിടെയാണ് ഒരു ടീം ഫോക്കസിന്റെയും ഇൻഡിവിജ്വൽ ഫോക്കസിന്റെയും ഒക്കെ വേരിയേഷൻ. ചില ടീം ഫോക്കസിൽ നമ്മുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പർക്ക് വളരെ സീരിയസ് ആയിട്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു ഫോക്കസ് ആയിരിക്കും അത്. അപ്പൊ അയാളുടെ സീരിയസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അയാൾ കണ്ടിന്യൂസ് ആയിട്ട് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ആ ഫോക്കസിലേക്ക് എന്നും പോയിക്കൊണ്ടിരിക്കും. സി, ഫോക്കസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗോളുകളെ കുറിച്ച് നിരന്തരമായിട്ട് റിമൈൻഡ് ചെയ്യുന്നത് നമുക്ക് വളരെ പ്രധാനമായ ഒരു ആവശ്യമാണ്. അപ്പൊ നിരന്തരമായി നമ്മുടെ ഫോക്കസിനെ കുറിച്ച് നമുക്ക് റിമൈൻഡ് ചെയ്യാൻ, മനുഷ്യനായതുകൊണ്ട് ഏജ് കൂടി വരുന്നതിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റിയുടെ നമ്പറുകൾ കൂടി വരുന്നതിനനുസരിച്ച് നമ്മളുടെ ഫോക്കസ് ഡൈവേർട്ടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഫോക്കസിനെ സ്ട്രോങ് ആയിട്ട് ഒരു സ്ഥലത്ത് നിർത്തണം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വപ്നങ്ങളെ ചിത്രീകരിച്ച് പിക്ടോറിയലായി അവനവൻ കിടക്കുന്നതിന്റെ നേരെയോ അല്ലെങ്കിൽ റൂമുകളിലോ ഫ്രിഡ്ജിന്റെ മുകളിലോ വാഷ്റൂമിലിരിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടോ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ ഒട്ടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. സയന്റിഫിക്കലി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം കാഴ്ചയാണ്. ഒരു കേൾവി, ഒരു ചെറിയ ഓഡിയോ ആണ് നമുക്ക് വിസിബിൾ ആവുകയോ റിസീവ് ആവുകയോ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് വളരെ വലിയ മെഗാ പിക്സലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഒപ്പിയെടുക്കുന്ന ഒരു പിക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷന്റെ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് കണ്ണുകൊണ്ട് അല്ലെങ്കിൽ കാഴ്ച കൊണ്ടാണ്. അതുകൊണ്ട് നല്ല രൂപത്തിൽ നമ്മുടെ സ്വപ്നങ്ങളെ എഴുതി ഒട്ടിക്കാനും ഗോളുകളെ എഴുതി ഒട്ടിക്കാനും, ഇപ്പൊ ജിമ്മിൽ പോകണം, റെസൊല്യൂഷൻ, ന്യൂ ഇയർ റെസൊല്യൂഷൻ, അത് ചെയ്യണം ഇത് ചെയ്യണം, ഇതൊക്കെ എഴുതി ഒട്ടിക്കുകയോ ഒരു വൈറ്റ് ബോർഡ് വാങ്ങി ചുമരിൽ തൂക്കി അതിൽ എഴുതി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് നമ്മൾ എപ്പോഴും അത് കാണേണ്ടി വരികയും അതിനനുസരിച്ച് നമ്മളുടെ ട്യൂണിങ് കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. സി, ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യാനും ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനുമാണ് ഇത്തരത്തിലുള്ള ടൂളുകൾ ആധുനിക സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഇതിന് മറ്റൊന്ന്
അഫർമേഷൻസ് ആണ്. വേറൊരു ടൂളായി ഉപയോഗിക്കേണ്ടത് അഫർമേഷനാണ്. രാവിലെ എഴുന്നേറ്റാലോ അല്ലെങ്കിൽ ഏത് സമയത്തായിരുന്നാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവായിട്ട് അഫേം ചെയ്തുകൊണ്ടിരുന്നാൽ ഡിസ്ട്രാക്ഷനിൽ നിന്ന് നമ്മൾ ഫോക്കസിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. എനിഹൗ ഇത്തരത്തിലുള്ള സീയിങ്ങോ അല്ലെങ്കിൽ അഫർമേഷൻ പോലുള്ള പറച്ചിൽ പോലുള്ള കാഴ്ച പോലുള്ള നിരന്തരമായ ടൂളുകളിലൂടെ നമ്മൾ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഓരോ ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ച് അവരവരുടെ ഫോക്കസിനെ ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കും. ചിലർക്ക് വളരെ വേഗതയിൽ ഫോക്കസ് ഹാർഡായിട്ട് കൺവേർട്ട് ആക്കി എടുക്കാൻ പറ്റും. ചിലർക്ക് അമിതമായ ഡിസ്ട്രാക്ഷൻ ഓവർകം ചെയ്യാൻ ഒരുപാട് സമയമെടുത്തെന്ന് വരും. അതുകൊണ്ട് ചിലർക്കത് പെട്ടെന്ന് പറ്റി, ചിലർക്കത് പറ്റിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽസ് മൈൻഡ് സെറ്റ്. സോ ലെറ്റ് us ട്രൈ ഫോർ ദ ബെസ്റ്റ് ഫോക്കസ് ഇൻ ദിസ് ഇയർ. 2025 ഏറ്റവും നല്ല ഫോക്കസിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. I wish you all the very best to achieve a beautiful focus, dreams and goals. Love you all. Thank you so much and goodbye for now. And we'll meet again tomorrow. Bye. Thank you, sir. Thank you, sir. Thank you. You. Thank you.